നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർഗോട്ട് തുടക്കമായി. എന്നെ നെല്ലിക്കുന്നി MLA യാത്ര ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പിന്റെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോട്ട് നിന്നും ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കുമ്പള ദേശീയപാതയിൽ ടോൾ ബൂത്ത് നിർമ്മിക്കുവാനുള്ള നീക്കത്തിനെതിരെ വൻ ബഹുജന പ്രക്ഷോഭം. നിർമ്മാണ പ്രവൃത്തി തടഞ്ഞു. ബദിയടുക്കയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീട് വാടകയ്ക്ക് വാങ്ങി മയക്കുമരുന്ന് വ്യാപാരം. 2 പേർ അറസ്റ്റിൽ. കാസർഗോഡ് കാപ്പയ്ക്ക് തുല്യമായ പിറ്റ് NTPS ആക്ട് പ്രകാരമുള്ള 2ാമത്തെ അറസ്റ്റ്. ഉപ്പള പത്വാടിയിലെ അസ്കർ അലിയെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിക്കര പൂച്ചക്കാട് KSTP റോഡിൽ കോഴികളുമായി പോകുകയായിരുന്ന പിക്കപ്പ് വാൻ കലുങ്കിലിടിച്ച് മറിഞ്ഞു. ഡ്രൈവർക്കും സഹായിക്കും പരിക്ക്. വാർത്തകൾ വിശദമായി. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർഗോട്ട് തുടക്കമായി. ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിന് സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ പതാക കൈമാറിയതോടെയാണ് യാത്ര ആരംഭിച്ചത്. എന്നെ നെല്ലിക്കുന്നി MLA യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക, ഓണറേറിയത്തിന് ബാധകമാക്കിയ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക, എല്ലാ മാസവും മുടങ്ങാതെ 5-ാം തീയതിക്കകം ഓണറേറിയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരയാത്ര. സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം 84 ദിവസം പിന്നിട്ടിട്ടും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്രയുമായി മുന്നിട്ടിറങ്ങിയതെന്ന് ആശാവർക്കർമാർ പറഞ്ഞു. സമരങ്ങളുടെ പേര് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരാണ്. സ്ത്രീ തൊഴിലാളികൾ ഇത്തരത്തിലൊരു സമരം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സമീപനമേ അല്ല ഇടതുപക്ഷ സർക്കാർ എടുക്കേണ്ടുന്നത്. സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് എപ്പോഴും പറയുമ്പോൾ സ്ത്രീ തൊഴിലാളികൾ ഇങ്ങനെ തെരുവിൽ വന്ന് വെയിലും മഴയും എല്ലാം കൊണ്ട് അവിടെ കിടന്ന് സഹന സമരത്തിലൂടെ നിരാഹാരം 43ാമത്തെ ദിവസമാണ് ഞങ്ങൾ നിരാഹാരം അവസാനിപ്പിച്ചത്. മുടി മുറിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ചെയ്തു വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ആളുകളാണെങ്കിൽ, സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ, അവർ അന്തസ്സിനെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടുന്നത് ഈ സമരം എത്രയും പെട്ടെന്ന് മാന്യമായി ഒത്തുതീർപ്പാക്കുക എന്നുള്ളതാണ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിന് സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ പതാക കൈമാറിയതോടെയാണ് യാത്ര ആരംഭിച്ചത്. എന്നെ നെല്ലിക്കുന്നി MLA യാത്ര ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഒരിക്കലും അവഗണിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ്. കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്ന ആൾ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആശാ വർക്കർമാരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ചരിത്രം എഴുതാൻ സാധിക്കുകയില്ല. കേരളത്തിൻ്റെ ചരിത്രം ഈ ആശാ വർക്കർമാരെ മാറ്റി നിർത്തി കേരളത്തിൻ്റെ ചരിത്രം എഴുതുകയാണെങ്കിൽ അത് അപൂർണമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തൊഴിലാളി സമരങ്ങളിലൂടെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാർ സ്ത്രീ തൊഴിലാളികളോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആശാവർക്കർമാർ ആവശ്യപ്പെട്ടു. ചിലയിടങ്ങളിൽ സമരപ്പന്തൽ കെട്ടാൻ ആശാവർക്കർമാർക്ക് അനുമതി നിഷേധിച്ചത് പ്രതിഷേധത്തിന് കാരണമായി. ടെന്റ് കെട്ടാൻ അനുവദിക്കുന്നിടത്ത് ടെന്റ് കെട്ടും. ഇപ്പോൾ കാഞ്ഞങ്ങാട് പന്തലിടാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നമ്മൾ പന്തലില്ലാതെ മഴയാണേലും ഞങ്ങൾ ആ തെരുവിൽ കിടക്കും. അതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ VK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KC ഷീല, അജയകുമാർ കോടോത്ത്, TC രമ, ഡോക്ടർ D സുരേന്ദ്രനാഥ്, VK സദാനന്ദൻ, PP കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയുടെ 2ാം നാൾ പരപ്പയിൽ നിന്നും ആരംഭിച്ച് നീലേശ്വരം, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി തുടർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. 45 ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര ജൂൺ 17-ന് മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോട്ട് നിന്നും ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. ലഹരിയെ പ്രതിരോധിക്കുവാനുള്ള മാർഗം കായികക്ഷമത കൈവരിക്കലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
കുഞ്ഞുങ്ങളിലേക്ക് ലഹരിയെത്തുന്ന മാർഗം തടയണമെന്നും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂൾ വിട്ടിറങ്ങി വീട്ടിലേക്കെത്തുമ്പോഴേക്കും വാടിത്തളരുകയാണ് കുട്ടികൾ. അവരെ ഉണർവിലേക്ക് കൊണ്ടുവന്നാൽ അരുതാത്ത ശീലങ്ങളെ തടയാനാകും. സുംബ നൃത്തം പോലുള്ളവ പരിശീലിക്കുന്നത് കുട്ടികളിൽ ഉണർവുണ്ടാക്കും. എല്ലാ സ്കൂളുകളിലും കായിക മത്സരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി നടപ്പിലാക്കും. ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കുട്ടികൾ കളിക്കളത്തിൽ സജീവമാകട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും അകറ്റി നിർത്താൻ ഏറ്റവും നല്ല മാർഗം അവരെ കായിക പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണെന്നും കായിക ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ശരീരത്തിന് ദോഷമാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണ യാത്ര കായിക മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. സിവിൽ സ്റ്റേഷനിൽ നിന്നും തുടങ്ങി പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വാക്കത്തോണിൽ മന്ത്രി പങ്കെടുത്തു. ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA, E ചന്ദ്രശേഖരൻ MLA, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭാരത് റെഡ്ഡി, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് P ഹബീബ് റഹ്മാൻ, VV രമേശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ദേശീയപാതയിൽ ടോൾ ബൂത്ത് നിർമ്മിക്കുവാനുള്ള നീക്കത്തിനെതിരെ വൻ ബഹുജന പ്രക്ഷോഭം. നൂറുകണക്കിന് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും ചേർന്ന് നിർമ്മാണ പ്രവൃത്തി തടഞ്ഞു. ടോൾ ബൂത്തിന് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുവാനെടുത്ത കുഴികൾ മണ്ണിട്ട് മൂടിയും ആൾക്കൂട്ടം തങ്ങളുടെ അമർഷമറിയിച്ചു. നിലവിൽ ദേശീയപാതയിൽ തലപ്പാടിയിൽ ടോൾ ഗേറ്റുണ്ട്. ഇവിടെ നിന്നും വെറും 22 കിലോമീറ്റർ ദൂരമുള്ള കുമ്പളയിൽ കൂടി ടോൾ ഗേറ്റ് നിർമ്മിക്കുവാൻ ഒരുങ്ങുന്നതാണ് ജനങ്ങളെ രോഷാകുലരാക്കുന്നത്. ടോൾ ഗേറ്റുകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂരവ്യത്യാസം വേണമെന്നിരിക്കെ കുമ്പളയിൽ ടോൾ ഈടാക്കുവാനുള്ള നീക്കം വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ എതിർപ്പിനെ വകവയ്ക്കാതെ കുമ്പളയിൽ ടോൾ ബൂത്ത് നിർമ്മാണ പ്രവർത്തനം തുടരുന്നതിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും ഞായറാഴ്ച വൈകിട്ടോടെ സ്ഥലത്തെത്തുകയും പ്രവൃത്തി തടയുകയും ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താനി MP, MLAമാരായ NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, AK അഷ്റഫ് എന്നിവർ നിർമ്മാണ സ്ഥലത്തെത്തുകയായിരുന്നു. ഇവർ എത്തുന്നതിന് മുൻപ് തന്നെ നൂറുകണക്കിന് നാട്ടുകാരുൾപ്പെടെ വൻ ആൾക്കൂട്ടം തന്നെ സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. നേതാക്കൾ പ്രതിഷേധ യോഗം നടത്തുന്നതിനിടയിൽ ആൾക്കൂട്ടം ടോൾ ബൂത്തിന് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുവാനെടുത്ത കുഴികൾ മണ്ണിട്ട് മൂടി തങ്ങളുടെ അമർഷമറിയിച്ചു. ഇതിനിടെ ജോലിസ്ഥലത്തുണ്ടായിരുന്ന തൊഴിലാളികൾ പ്രവൃത്തി നിർത്തിവെച്ച് പോകുകയും ചെയ്തു. ജില്ലകളുടെ വികസനത്തിന്റെ അവസാന വാക്ക് പറയേണ്ട ജില്ലാ വികസന സമിതി ശനിയാഴ്ച യോഗം ചേർന്ന് ടോൾ ബൂത്ത് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടും ഒരു തടസ്സവുമില്ലാതെ പണി തുടരുന്ന ധിക്കാരം അംഗീകരിക്കുവാനാവില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനി MP പറഞ്ഞു. ടോൾ ബൂത്ത് നിർമ്മിക്കുവാനുള്ള നീക്കവുമായാണ് അധികൃതർ മുന്നോട്ടു പോകുന്നതെങ്കിൽ നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് വീട് കുത്തി തുറന്ന് വൻ കവർച്ച. മഞ്ചേശ്വരം ബീച്ച് റോഡിലെ നവീൻ മൊന്തേരയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ വാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാക്കൾ 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മഞ്ചേശ്വരത്ത് ബീച്ച് റോഡിലെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വീട്ടുകാർ ഗൾഫ് സന്ദർശനത്തിനായതിനാൽ അടച്ചിട്ടിരുന്ന നവീൻ മൊന്തേരയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. നവീൻ മൊന്തേരയും കുടുംബവും കഴിഞ്ഞ 21-നാണ് ഗൾഫിലേക്ക് പോയത്. ശനിയാഴ്ച വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നത് മനസ്സിലായത്. ഇരുനില വീടിന്റെ പിൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്ന് കവർച്ച നടത്തിയത്. കിടപ്പുമുറിയിലെ കട്ടിലിന്റെ അടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. കാസർഗോട്ട് നിന്നും വിരലടയാള വിദഗ്ധരും പോലീസ് നായയുമെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. മഞ്ചേശ്വരം ഇൻസ്പെക്ടർ E അനൂപ് കുമാർ, SI രതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീട് വാടകയ്ക്ക് വാങ്ങി മയക്കുമരുന്ന് വ്യാപാരം. കാസർഗോഡ് ബദിയടുക്കയിൽ 2 പേർ അറസ്റ്റിൽ. 26.100 ഗ്രാം MDMAയുമായി നീർച്ചാലിലെ മുഹമ്മദ് ആസിഫ്, ചൌക്കി ആസാദ് നഗറിലെ മുഹമ്മദ് ഇക്ബാൽ എന്നിവരെയാണ് ബദിയടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ബദിയടുക്കയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീട് വാടകയ്ക്ക് വാങ്ങി ലഹരി വ്യാപാരം നടത്തുകയായിരുന്ന സംഘത്തിലെ 2 പേരെ ബദിയടുക്ക CI K സുധീറും സംഘവും അറസ്റ്റ് ചെയ്തു.
26.100 ഗ്രാം MDMA-യുമായി നീർച്ചാലിലെ മുഹമ്മദ് ആസിഫ്, ചൌക്കി ആസാദ് നഗറിലെ മുഹമ്മദ് ഇക്ബാൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സർക്കാർ നൽകിയ സ്ഥലത്ത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച 50 വീടുകളിൽ ഒരു വീട് വാടകയ്ക്കെടുത്താണ് സംഘം ലഹരി വ്യാപാരം നടത്തി വന്നിരുന്നത്. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബദിയടുക്ക പോലീസ് നടത്തിയ പരിശോധനയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്നും പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു MDMA കണ്ടെടുത്തത്. സംഭവം പോലീസിനെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഇവർ നടത്തിയ ലഹരി ഇടപാടുകളാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കാപ്പയ്ക്ക് തുല്യമായ പിറ്റ് NDPS ആക്ട് പ്രകാരമുള്ള രണ്ടാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ ഉപ്പള പത്വാടിയിലെ അസ്കർ അലിയെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരത്ത് പിറ്റ് NDPS നിയമപ്രകാരം നിരവധി മയക്കുമരുന്ന് കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപ്പള പത്വാടിയിലെ അസ്കർ അലിയെയാണ് മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കഴിയുന്നതിനിടെ പിറ്റ് NDPS നിയമപ്രകാരം മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് പോലീസ് 30.49 ഗ്രാം MDMA-യുമായി നേരത്തെ അസ്കർ അലിയെ പിടികൂടിയിരുന്നു. സംഭവത്തിൽ അസ്കർ അലിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയും തളിപ്പറമ്പ് പോലീസും മഞ്ചേശ്വരം പോലീസും ചേർന്ന് വീട്ടിൽ പരിശോധന നടത്തുകയും 3.407 കിലോഗ്രാം MDMA പിടികൂടുകയും ചെയ്തിരുന്നു. ഇത് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് വരെ പിടികൂടിയതിൽ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു. കൂടാതെ 642.65 ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിലും 96.96 ഗ്രാം കൊക്കൈൻ പിടികൂടിയ കേസിലും പ്രതിയാണ് അസ്കർ അലിയെന്ന് പോലീസ് പറഞ്ഞു. ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാന കണ്ണി കൂടിയാണ് അസ്കർ അലിയെന്ന് പോലീസ് പറഞ്ഞു. മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് അസ്കർ അലിയുടെ കേസ് അന്വേഷിക്കുന്നത്. അബ്ദുൽ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ഹോട്ടൽ വ്യാപാരിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്ത കേസിൽ പങ്കാളി അറസ്റ്റിൽ. സമീറിനെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ പോയ ഇയാളുടെ സഹോദരൻ മുനീറിനായി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. ഒരാഴ്ച മുൻപ് രാത്രി 10 മണിയോടെയാണ് മേൽപ്പറമ്പ് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാറിൻ്റെയും SI VK അനീഷിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം ഹോട്ടൽ ഉടമയുടെ വീട്ടിൽ രഹസ്യ വിവരത്തെ തുടർന്ന് റെയ്ഡ് നടത്തി 11.190 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ഒളിവിൽ പോയ സഹോദരങ്ങളിൽ ഒരാളായ സമീറിനെ സമർത്ഥമായ നീക്കത്തിലൂടെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിൽ അന്ന് ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ കിടപ്പുമുറിയിൽ പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി തട്ടിൻപുറത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തെക്കുറിച്ച് മേൽപ്പറമ്പ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. അറസ്റ്റിലായ സമീറിൻ്റെയും ഒളിവിൽ പോയ സഹോദരൻ മുനീറിൻ്റെയും പശ്ചാത്തലം, കഞ്ചാവ് ലഭിച്ച ഉറവിടം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പോലീസ് സൗഹൃദ ഫുട്ബോൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള സൗഹൃദ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. വെള്ളാപ്പ് സിന്തറ്റിക് ടർഫിൽ നടന്ന 6S ടൂർണമെന്റ് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ബേക്കൽ സബ് ഡിവിഷനുകളിലായുള്ള 8 ടീമുകളാണ് ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റുരച്ചത്. വീറും വാശിയും നിറഞ്ഞ ഫുട്ബോൾ ടൂർണമെന്റിൽ കാസർഗോഡ് സബ് ഡിവിഷൻ ടീം ജേതാക്കളായി. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് കാസർഗോഡ് സ്പെഷ്യൽ യൂണിറ്റ് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്. ഫുട്ബോൾ ടൂർണമെന്റ് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ലഹരിയിലേക്ക് കടന്നു ചെല്ലാതെ ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ, തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കളിസ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലീസ് തന്നെ മുന്നിട്ടിറങ്ങി പോലീസിന്റെ ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ കുട്ടികളെയും അതുപോലെ ഈ ജില്ലയിലെ മുഴുവൻ യുവാക്കളെയും നേർവഴിക്ക് നയിക്കാൻ ഈ ഒരു മത്സരങ്ങൾ ഇടയാവട്ടെ. കാസർഗോഡ് SI KPV രാജീവൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KM ഫരീദ ബീവി സമ്മാനദാനം നിർവഹിച്ചു.
ബേക്കൽ SI-മാരായ കെ പ്രകാശ്, പി സതീഷ്, ഫുട്ബോൾ കൂട്ടായ്മ കൺവീനർ കെ സജീഷ്, പി രതീഷ്, എ നൂർ മുഹമ്മദ്, കെ സിദ്ദിഖ്, എൻ റംഷാദ്, സി ഹാരിസ് എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആയിരങ്ങൾ ദർശനം കാത്തിരിക്കെ വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിൽ ഉറഞ്ഞെത്തി. ഉത്തര മലബാറിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ് കളിയാട്ട മഹോത്സവത്തിന് തുടക്കമിട്ട് പരദേവത അരങ്ങിലെത്തിയത്. 11 നാൾ നീളുന്ന കളിയാട്ടത്തിന് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ തുടക്കമായി. നാട്ടു പരദേവതയായ വിഷ്ണുമൂർത്തിയും രക്തചാമുണ്ടേശ്വരിയുമാണ് തിങ്കളാഴ്ച ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തിയത്. രാവിലെ 9 മണി കഴിഞ്ഞ് രക്തചാമുണ്ടേശ്വരിയാണ് ആദ്യം ക്ഷേത്ര തിരുനടയിലെത്തിയത്. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാണ് വിഷ്ണുമൂർത്തി അരങ്ങിൽ നടനമാടിയത്. തുടർന്ന് ചീമേനി കാവിലും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുമെത്തി. വയൽ കടന്ന് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലേക്ക് എത്തും മുൻപ് തന്നെ ആയിരങ്ങൾ നടപ്പന്തലിലും ക്ഷേത്രത്തിനകത്തും കാത്തുനിന്നു. തുടർന്ന് വലം വെച്ച ശേഷമാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകിയത്. ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിനെത്തി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതിനായി വടക്കേ മലബാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും തെക്കൻ കർണാടകയിൽ നിന്നുമായി 2.5 ലക്ഷത്തിൽ പരം ഭക്തർ ദർശനത്തിനെത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ചീമേനി. കളിയാട്ട ദിനങ്ങളിൽ ഉച്ചയ്ക്കും രാത്രിയിലുമായി 2 നേരം അന്നദാനം നൽകി വരുന്നുണ്ട്. മെയ് 14 വരെ എല്ലാ ദിവസവും രാത്രി മറ്റു തെയ്യങ്ങൾ അരങ്ങിലെത്തും. മെയ് 15-ന് സമാപന ദിവസം രാവിലെ 9 മണിക്ക് രക്തചാമുണ്ടേശ്വരിയും ഉച്ചയ്ക്ക് 1 മണിക്ക് വിഷ്ണുമൂർത്തിയും ഭക്തർക്ക് അനുഗ്രഹമേക്കുവാൻ അരങ്ങിൽ എത്തും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വചന പ്രഘോഷണത്തിന്റെ പുതുവഴിയായി നീലേശ്വരത്ത് ആദ്യമായി ജീസസ് യൂത്ത് ടീം നയിച്ച ജീസസ് ആൻഡ് മീ പ്രോഗ്രാം നീലേശ്വരം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന യുവജന സംഗമത്തിന്റെ ഭാഗമായാണ് യൂത്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. സംഗീതം ഉൾപ്പെടെയുള്ള കലാസാംസ്കാരിക ഇനങ്ങൾ യുവതിയുവാക്കളിലൂടെ വചനാധിഷ്ഠിതമായി അവതരിപ്പിക്കുവാൻ കാഞ്ഞങ്ങാട് ഫൊറോനയ്ക്ക് കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 13 ഇടവകകളിലെ 350-ൽ പരം യുവതിയുവാക്കളെത്തിയിരുന്നു. ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയായിരുന്നു ജീസസ് ആൻഡ് മീ യുവജന സംഗമത്തിന് തുടക്കമിട്ടത്. നീലേശ്വരം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന യൂത്ത് പ്രോഗ്രാം കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്തു. എങ്കിൽ മാത്രമാണ് ജീവിത സമൃദ്ധിയായിട്ടുള്ള ഈ വിശുദ്ധരെ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ പൂരങ്ങളാണ്, ഞങ്ങളുടെ കരുത്താണ്, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ജീവനായി ഉണ്ടാകുന്നത്. രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി, ഇടവക വികാരി ഫാദർ ആൻസിൽ പീറ്റർ, ഫാദർ ജസ്റ്റിൻ യടത്തിൽ, ഫാദർ ജീനിയസ് ക്ലീറ്റസ്, ഫാദർ പീറ്റർ പാറേക്കാട്ടിൽ, ഫാദർ ജോസ്, ഫാദർ ചിനോ ചക്കാലക്കൽ, ഫാദർ അനിൽ അറക്കൽ, ബ്രദർ മിഷേൽ എന്നിവർ സംസാരിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന ജീസസ് ആൻഡ് മീ പ്രോഗ്രാമിൽ കാഞ്ഞങ്ങാട് ഫൊറോനയ്ക്ക് കീഴിലുള്ള കാസർഗോഡ് മുതൽ ഏഴിമല വരെയുള്ള പള്ളികളിലെ യുവതിയുവാക്കളാണ് പങ്കാളികളായത്. പരിപാടിക്ക് ജീസസ് യൂത്ത് മിനിസ്ട്രിയിലെ ജിത്ത് ജോർജ്, ക്രിസ്റ്റീൻ മാനുവൽ, ആൻസൽ മാത്യു ഫ്രാൻസിസ്, ജിജോ ജോർജ്, PS യേശുദാസ്, ആഷിൽ കെ സിജു എന്നിവർ നേതൃത്വം നൽകി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി CPIM മധൂർ ലോക്കൽ കമ്മിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയുടെയും ചെങ്കള നായനാർ ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. ഉളിയത്തടുക്ക GWLP സ്കൂളിലാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ 362 പേർ പങ്കെടുത്തു. വിവിധ വിഭാഗങ്ങളിൽ നിന്നായി 18 ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു.
സ്ത്രീകളിലുണ്ടാകുന്ന എല്ലാവിധ അർബുദ രോഗങ്ങളെ മുൻകൂറായി തിരിച്ചറിയുന്നതിന് മുഴുവൻ സ്ത്രീകളെയും ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തണമെന്ന് സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി ക്യാമ്പിൽ വെച്ച് സ്ത്രീകൾക്ക് സൗജന്യമായി ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റും നടത്തി. ക്യാമ്പ് ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. സഹകരണാശുപത്രിയുടെ പ്രത്യേകത ഇന്ന് സർക്കാർ മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ, സഹകരണ മേഖലയിൽ എല്ലാം ആശുപത്രികളുണ്ട്. സർക്കാർ മേഖലയിൽ ഫ്രീ ആണ്, അത് സർക്കാർ ശമ്പളം കൊടുക്കും, മരുന്നും കൊടുക്കും. സഹകരണ മേഖലയിൽ ഫ്രീ അല്ല, പക്ഷേ സഹകരണ മേഖലയിൽ ഡോക്ടർമാരുടെ ശമ്പളവും അതുപോലെ തന്നെ സഹകരണ സംഘം നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ പൈസയും നമുക്ക് രോഗിയോട് വാങ്ങിയേ പറ്റും. അതുകൊണ്ടാണ് ചെറിയ പരിമിതമായ പൈസ വാങ്ങുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ 2-3 ലക്ഷം ആകുന്നത് നമുക്ക് ചിലപ്പോൾ 30-40 ആയിരത്തിന് ഇവിടെ തീർത്ത് കൊടുക്കാൻ നമുക്ക് കഴിയും. വെച്ചാൽ അത്ര വിലയിൽ നമുക്ക് ചികിത്സിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് സഹകരണ മേഖലയിൽ. സ്വകാര്യ മേഖലയിൽ കൊടിയ ചൂഷണത്തിനെതിരായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് സഹകരണ മേഖല. അതുകൊണ്ട് പാവങ്ങളുടെ ഒരു തണലാണ്, അവരുടെ ആശുപത്രിയാണ് ഇപ്പോൾ സഹകരണ ആശുപത്രി. CPIM ലോക്കൽ സെക്രട്ടറി K ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകരണ ആശുപത്രി സംഘം പ്രസിഡന്റ് P രഘുദേവൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുമതി, CPIM ഏരിയ സെക്രട്ടറി TMA കരീം, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഹനീഫ, TK രാജൻ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK രവീന്ദ്രൻ, ഭുജംഗ ഷെട്ടി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശശികല CH, മധൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C ഉദയകുമാർ, CM ബഷീർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ PC ജയചന്ദ്രൻ സ്വാഗതവും അശോക മധൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIM RT നഗർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. CPIM RT നഗർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുത്തു, വിഭവം കൈമാറി. അപ്പൊ ജനങ്ങളും ജോറായി, പഞ്ചായത്തുകളെല്ലാം പ്രാദേശിക സർക്കാരുകളായി മാറി. അപ്പൊ ആ വികസന കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രാഷ്ട്രീയമായി BJP നമ്മുടെ വലിയ ശത്രുതയിലാണ്. വേറെ കാര്യം, അവരുടെ പ്രത്യേക ശാസ്ത്രം, നമ്മുടെ പ്രത്യേക ശാസ്ത്രം നമ്മുടെ ഏറ്റുമുണ്ട്, അതിൽ നമുക്ക് അപ്രവേശില്ല. പക്ഷെ വികസന കാര്യം, വികസനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അതിർവരമ്പുകൾ ഉണ്ടാക്കി പരസ്പരം പോരടിച്ചാൽ നമ്മുടെ നാട്ടിലെ നിരപരാധികളും ദുഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്കാണ് വികസനം നഷ്ടപ്പെടുന്നത്. ഒരു നാടിനെയാണ് വലിച്ചടക്കുന്നത് രാഷ്ട്രീയമായിട്ട്. അപ്പൊ അതുകൊണ്ട് വികസനത്തിൽ നല്ല രീതിയിൽ യോജിച്ചു പോകാൻ നമുക്ക് കഴിയണം. ആ മതനിരപേക്ഷ കാഴ്ചപ്പാടോടുകൂടി നാടിന്റെ വികസനം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനം നടത്താൻ കഴിയും. CPIM ഏരിയ സെക്രട്ടറി TMA കരീം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുമതി, CPIM RT നഗർ ആദ്യകാല ലോക്കൽ സെക്രട്ടറി സുരേന്ദ്രന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK രാജൻ, K മുഹമ്മദ് ഹനീഫ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ A രവീന്ദ്രൻ, MK രവീന്ദ്രൻ, K രവീന്ദ്രൻ, ലളിത, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KA മുഹമ്മദ്, KP വിജയചന്ദ്രൻ, അശോക് റൈ, മധൂർ ലോക്കൽ സെക്രട്ടറി K ജയചന്ദ്രൻ, TV ഗംഗാധരൻ, സുരേന്ദ്രന്റെ സഹോദരൻ K ഗിരീശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CPIM RT നഗർ ലോക്കൽ സെക്രട്ടറി K ഭുജംഗ ഷെട്ടി സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം C ശോഭലത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പള്ളിക്കര പൂച്ചക്കാട് KSTP റോഡിൽ കോഴികളുമായി പോകുകയായിരുന്ന പിക്കപ്പ് വാൻ കല്ലുങ്കിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ നിരവധി കോഴികൾ ചത്തു. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർക്കും സഹായിക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പൂച്ചക്കാട് അരയാൽത്തറയ്ക്ക് സമീപം ഞായറാഴ്ച രാവിലെ 6 മണിയോടെയാണ് കോഴികളുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ സെൽവന് സാരമായി പരിക്കേറ്റു. സഹായിക്കും അപകടത്തിൽ പരിക്കേറ്റെങ്കിലും പരിക്ക് ഗുരുതരമല്ല. നാട്ടുകാരും വിവരമറിഞ്ഞെത്തിയ പോലീസും ചേർന്ന് വാഹനത്തിൽ കുടുങ്ങിയ ഇരുവരെയും പുറത്തെടുത്ത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് സെൽവനെ പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് പിക്കപ്പിന്റെ മുകളിലുണ്ടായിരുന്ന കോഴിക്കൂടുകൾ തെറിച്ചു വീണ് നിരവധി കോഴികൾ ചത്തു. തമിഴ്നാട്ടിൽ നിന്നും മംഗലാപുരത്തേക്ക് കോഴികളെ കൊണ്ടുപോവുകയായിരുന്നു ഈ വാഹനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹ്രസ്വ സന്ദർശനാർത്ഥം ദുബായിലെത്തിയ പ്രമുഖർക്ക് ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു.
മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് മാഹിൻ കേളോട്ട്, ലോയേഴ്സ് ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഗോൾഡൻ റഹ്മാൻ, മുസ്ലിം ലീഗ് ചെങ്കള പഞ്ചായത്ത് മുൻ ജനറൽ സെക്രട്ടറി PDA റഹ്മാൻ എന്നിവർക്കാണ് ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകിയത്. UAE KMCC ട്രഷററും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റുമായ നിസാർ തളങ്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് വിദേശ നാണ്യം നേടിക്കൊടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വലിയ സംഭാവന നൽകുന്നത് വിദേശത്തുള്ള ഇന്ത്യക്കാരായ പ്രവാസികളാണെന്നും സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ തങ്ങളുടെ നിസ്വാർത്ഥ കർമ്മങ്ങൾ കൊണ്ട് മാതൃകാ ജീവിതം നയിക്കുന്നവരാണ് KMCC പ്രവർത്തകരെന്നും മുസ്ലിം ലീഗ് നേതാവും CH സെന്റർ ജില്ലാ ജനറൽ കൺവീനറുമായ മാഹിൻ കേളോട്ട് അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് ഫൈസൽ പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ഹസ്കർ ചൂരി സ്വാഗതവും റസാഖ് ബദിയടുക്ക നന്ദിയും പറഞ്ഞു. മുനീഫ് ബദിയടുക്ക പ്രാർത്ഥന നടത്തി. നിരവധി പ്രമുഖരും നേതാക്കളും പരിപാടിക്ക് ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരിസ്ഥിതി പ്രവർത്തകർ റാണിപുരം സന്ദർശിച്ചു. റാണിപുരത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റാണിപുരത്ത് അനധികൃതമായി നടക്കുന്ന കരിങ്കൽ ഖനനം റാണിപുരത്തിന്റെ പരിസ്ഥിതിയെ തകർക്കും എന്ന മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് വീണ്ടും വലിയ രീതിയിൽ സ്വകാര്യ കരിങ്കൽ ഖനനം നടക്കുന്നത് തടയാനും റാണിപുരത്തിന്റെ പരിസ്ഥിതിക്ക് യോജിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ മാർഗരേഖയുണ്ടാക്കി. പരിസ്ഥിതി വകുപ്പിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും മുന്നറിയിപ്പ് പരിഗണിച്ച് ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും പദ്ധതി തയ്യാറാക്കി മുന്നോട്ടു പോകാനും റാണിപുരത്തിന്റെ ഭാവി അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിക്കാതിരിക്കാനും ഇടപെടണമെന്ന് സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ജില്ലാ പരിസ്ഥിതി കമ്മിറ്റി സെക്രട്ടറി VK വിനയൻ പറഞ്ഞു. നമ്മൾ ഇതുവരെ പിന്തുടർന്നു പോന്നിരുന്ന ഒരു വികസന നയം ഇന്ന് ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഏതൊരു വികസനത്തിനും സമാനമായി ഒരു വികസനത്തിൽ വിനാശം കൂടി ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു ജനനത്തോടൊപ്പം മരണവും കൂടി ജനിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഏതൊരു വികസനത്തിൻ്റെ പുറകിലും അതിനോട് ഒരുമിച്ച് അതിന് വിനാശവും കൂടി ഉണ്ടായിരിക്കും. അതാണ് ആഗോള താപനമായും പ്രളയമായും ഉരുൾപൊട്ടലായും നമ്മളെ തിരിഞ്ഞു കടിക്കുന്നത്. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ നമ്മുടെ വികസന നയം പുനഃപരിശോധിക്കുകയും അങ്ങനെ പുനഃപരിശോധിച്ച് ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ റാണിപുരം, സംരക്ഷണ സമിതി സെക്രട്ടറി T ഗിരീഷ്, കമ്മിറ്റി അംഗം AK മാത്യു എന്നിവർ റാണിപുരത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, റാണിപുരം. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കമായി. രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു. രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉദയനഗർ EMS മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 27ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സാംസ്കാരിക സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഉദയനഗർ EMS മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. സാംസ്കാരിക സമ്മേളനം CPIM സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു. A മഹേഷ് അധ്യക്ഷത വഹിച്ചു. A ഷാജി, C വിജയൻ, സുധാകരൻ M, മനീഷ M, അജിത് കുമാർ M എന്നിവർ സംസാരിച്ചു. സുനിൽ കൊമ്മട്ട സ്വാഗതവും അജിത് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നൃത്തസന്ധ്യയും അരങ്ങേറി. പുല്ലൂർ സ്കൂളിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ചടങ്ങിൽ വെച്ച് ജേഴ്സി കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർഗോട്ട് തുടക്കമായി. എന്നെ നെല്ലിക്കുന്നി MLA യാത്ര ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പിന്റെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോട്ട് നിന്നും ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കുമ്പള ദേശീയപാതയിൽ ടോൾ ബൂത്ത് നിർമ്മിക്കുവാനുള്ള നീക്കത്തിനെതിരെ വൻ ബഹുജന പ്രക്ഷോഭം. നിർമ്മാണ പ്രവൃത്തി തടഞ്ഞു. ബദിയടുക്കയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീട് വാടകയ്ക്ക് വാങ്ങി മയക്കുമരുന്ന് വ്യാപാരം. 2 പേർ അറസ്റ്റിൽ. കാസർഗോഡ് കാപ്പയ്ക്ക് തുല്യമായ പിറ്റ് NTPS ആക്ട് പ്രകാരമുള്ള 2ാമത്തെ അറസ്റ്റ്. ഉപ്പള പത്വാടിയിലെ അസ്കർ അലിയെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിക്കര പൂച്ചക്കാട് KSTP റോഡിൽ കോഴികളുമായി പോകുകയായിരുന്ന പിക്കപ്പ് വാൻ കലുങ്കിലിടിച്ച് മറിഞ്ഞു. ഡ്രൈവർക്കും സഹായിക്കും പരിക്ക്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.